ആംബുലൻസിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ആംബുലൻസ് എന്താണെന്ന് പറയാമോ? എങ്ങനെയാണ് ആംബുലൻസ് നമ്മളിലേക്ക് എത്തിയതെന്നറിയുന്നത് അറിയോ? നിങ്ങൾക്ക് ആംബുലൻസ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയെന്ന്? ആദ്യകാലത്ത് ആംബുലൻസ് എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു, ഈ തരത്തിലേക്ക് എങ്ങനെ എത്തി എന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ആംബുലന്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ആംബുലൻസ് എന്ന പദം ഉണ്ടായത്. അതായത് കുതിര വലിക്കുന്ന ഒരു ഫീൽഡ് ഹോസ്പിറ്റൽ എന്ന് തന്നെയാണ്. പല വാക്കുകളും വന്നതുപോലെ ഈ വാക്കും എവിടെ നിന്നായിരിക്കും വന്നിരിക്കുന്നത്? ലത്തീനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആംബുലൻസ് എങ്ങനെ വന്നു, എന്ന് വന്നു? നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണോ? ആദിമകാലത്തെ അല്ല. 1487 സ്പാനിഷ് ഫോഴ്സ് ആണ് ആദ്യമായിട്ട് ഈ പദം ഉപയോഗിച്ചതും. യുദ്ധത്തിൽ പരിക്കേറ്റവരെയും മറ്റും കുതിരയോടിക്കുന്ന വണ്ടികളിലാണ് കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞില്ലേ, ഹോഴ്സ് ഡ്രോൺ ഫീൽഡ് ഹോസ്പിറ്റൽ എന്ന്. അതെ, അത് ഇതിൽ നിന്നാണ് എത്തിയത്. അതോടെയാണ് ആംബുലൻസ് എന്ന പേര് ആ തലത്തേക്ക് എത്തിയത്. ആംബുലൻസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമ്മളാണ് കണ്ടുപിടിച്ചത് പറയും അല്ലേ? നമ്മൾ കാണുന്നുണ്ട്, അതാണ് കണ്ടുപിടിച്ചത്. അതല്ല, ഫ്രഞ്ച് സർജനായ ബാരോൺ ഡൊമിനിക് ജീൻ ലാറി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ആംബുലൻസ് കണ്ടുപിടിച്ചത്. നെപ്പോളിയന്റെ യുദ്ധകാലത്തിലാണ് ബാരോൺ ഡൊമിനിക് ജീൻ ലാറി കണ്ടുപിടിച്ചത്. അതെന്നാണ്? 1830. അതായത് 1487 ഫ്രഞ്ചുകാരുണ്ടായിരുന്നു അല്ലേ? ഫ്രഞ്ചുകാര് ഓൾറെഡി തന്നെ ഉപയോഗിക്കുന്നുണ്ട് ആംബുലൻസ്. അതിനുശേഷം ഇദ്ദേഹം കണ്ടുപിടിച്ച ആംബുലൻസിന് മറ്റു ചില പ്രത്യേകതകളെല്ലാം ഉണ്ട്. അതാണ് 1830 നെപ്പോളിയന്റെ യുദ്ധകാലത്തായത്. 1905 ഗ്യാസോലൈൻ പവേർഡ് ആംബുലൻസ് ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ കുറെ നാളായി ചിന്തിക്കുന്നത് നിങ്ങളോട് പറയുകയാണ്. കഴിഞ്ഞിടെ ഒരു ആംബുലൻസ് കത്തിയമർന്നതായി പത്രങ്ങളിൽ കണ്ടു. അതുപോലെ തന്നെ യുമായി ഒരു ആംബുലൻസ് പോവുകയായിരുന്നു, മരത്തിൽ പോയി ഇടിച്ചു. അതുപോലെ മറിഞ്ഞതായും മറ്റ് അപകടപ്പെടുന്നതായും കേട്ടിട്ടുണ്ട് പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ. ട്രാഫിക് ജംഗ്ഷനിൽ ഞങ്ങൾ സിഗ്നൽ കാത്തു കിടക്കുകയാണ്. ഒരു വാൻ ചീറിപ്പാഞ്ഞ് വീശിയെടുക്കുന്നുണ്ട്. അത് വലിയ വണ്ടിയൊന്നുമല്ല, ഈ മാരുതി ഓമ്നിയാണ്. സിഗ്നൽ ഒരു പ്രശ്നമില്ല, ആംബുലൻസ് ഒരു ജീവൻ രക്ഷിക്കാനല്ലേ. പക്ഷേ മറ്റൊരു ജീവനെ അപകടത്തിലാക്കാനല്ലേ ആ ഓട്ടം. അത് അവർക്കറിയില്ല. അവിടെ നിന്ന് വന്ന ടൂ വീലറുകാരൻ അറിയില്ലായിരുന്നോ അത് ആംബുലൻസ് ആണെന്ന്? ആ ടൂ വീലറുകാരൻ എടുത്തു, നേരെ ഒരു സൈഡിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് അത് രക്ഷപ്പെട്ടു, ഒരു വീഴ്ചയിൽ ഒതുങ്ങി. അല്ലെങ്കിൽ തീർന്നില്ലേ? എന്നാൽ ആ സ്ഥാനത്ത് ഒരു സൈക്കിളോ ആളോ ആണ് വട്ടം ചാടി എന്നെങ്കിലോ അതും തീരും. ആ വാനും അതിനുള്ളിൽ ജീവന് വേണ്ടി മല്ലിടിക്കുന്ന ഒരാളും ഒരുപക്ഷെ ഇല്ലാതെയാകും. ആ ടേണിൽ അല്പം കൂടി വീശിയാൽ അപ്പുറത്ത് നിന്ന കണ്ടെയ്നർ ലോറിയെ ഇടിച്ചേനെ. ടയറുകളുടെ വീതി കുറവും റോഡിനായിട്ടുള്ള ഗ്രിപ്പ് കുറയും. അപ്പോൾ അതുമാത്രമല്ല, വീണ്ടും നഷ്ടമായേനെ. സൂക്ഷ്മത അനിവാര്യമാണ്. വണ്ടിയുടെ പരമാവധി വേഗമാകും ഒരു പക്ഷെ എടുത്തിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ നല്ലൊരു സ്പീഡിൽ പോകേണ്ടി വന്നപ്പോൾ ഞാനൊന്ന് ബ്രേക്ക് ചവിട്ടിയുടെ വണ്ടി അവിടേക്ക് നിന്നില്ല. കുറെ കേറിയാണ് വണ്ടി നിന്നത്. കാര്യം എന്താണ്? ആ സ്പീഡിൽ വന്നപ്പോൾ അത്യാവശ്യമായി ഞാനൊരു രോഗിയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവസരമായിരുന്നു. എനിക്ക് ഹസാർഡ് ലൈറ്റും ഹെഡ്ലൈറ്റും ഓൺ ചെയ്താ ഞാൻ പോയത്. ഹൈ സ്പീഡിൽ പോവുകയായിരുന്നു. പക്ഷെ സിഗ്നൽ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ ബ്രേക്ക് പിടിക്കേണ്ടി വന്നു. ബ്രേക്ക് പിടിച്ചില്ലായിരുന്നു റബ്ബർ തന്നെ. എന്നാൽ ഒരു 6-7 മീറ്റർ മാറിയാണ് ആ കാറ് പോയി നിന്നത്. ഇത് ടാക്സി ആയിട്ട് ഓടുന്ന കാറല്ല കേട്ടോ. ഇതൊരാളെങ്ങനെ അപകടത്തിൽ കണ്ടപ്പോൾ
ഞാൻ അയാളെ എടുത്തിട്ട് പോകുന്നതാണ്. ഒരു മനുഷ്യ സേവനം. ഞാനിപ്പോൾ എനിക്ക് വരുന്ന ഫൈനിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല, ഞാൻ എടുക്കുകയായിരുന്നു. ചിന്തിക്കുക, നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ എൻ്റെ വീതിയുള്ള ടയറിന്റെ കാറ് പോലും നിന്നില്ല. ആ സ്ഥാനത്ത് ഒരു 800 cc ഉള്ള വണ്ടി എങ്ങനെ നിൽക്കും? എൻ്റെ ടയറിന്റെ 1/3 വീതി പോലും ഇല്ലാത്ത ടയറാണ് ആ വണ്ടിക്ക്. എല്ലാം ദൈവം കൂടെയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പല ആംബുലൻസുകളിലും ദൈവമുണ്ട്, അതോടൊപ്പം ഡ്രൈവർ മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു നാവിഗേറ്റർ ഓരോ ആംബുലൻസിലും ആവശ്യമാണെന്ന് പറയുക. കാരണം ചില ആക്സിഡന്റിലൊക്കെ എന്താ പറ്റുന്നത്, അവിടെ രക്തമൊഴുകുന്ന ഒരാളെ ആയിരിക്കും ആംബുലൻസ് കയറ്റി വിടുന്നത്. പലപ്പോഴും ആരും കൂട്ടത്തിൽ പോവില്ല, സാക്ഷി പറയേണ്ടെന്ന് വെച്ചിട്ട്. ആ ഡ്രൈവർ ആയിരിക്കും അത് ചെയ്യേണ്ടി വരിക. അപ്പൊ ഒരു നാവിഗേറ്റർ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഒരു കോ ഡ്രൈവർ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ്. നേഴ്സിംഗ് കൂടി അറിയാവുന്ന ആളാണ് ആ നാവിഗേറ്ററെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഡ്രൈവിംഗ് ലൈസൻസും അദ്ദേഹത്തിന് ആവശ്യമാണ്. ഒന്ന് മാറി ഓടിക്കാൻ, ദൂരത്തിൽ പോകേണ്ടി വരുമ്പോൾ മാറി ഓടിക്കാനാവുന്നത്ര പരിചയം വേണം. തിരക്കുള്ള റോഡിലൂടെ ചീറിപ്പാഞ്ഞ് മറ്റുള്ളവരുടെ ജീവൻ എടുക്കുകയല്ല വേണ്ടത്. എയർ ആംബുലൻസുകളാണ് നമുക്ക് വേണ്ടതും എന്ന് നാം ചിന്തിച്ചു തുടങ്ങണം. വാട്ടർ ആംബുലൻസുകളെക്കാളും വേണ്ടത് അത് തന്നെയാണ്. എല്ലാ ഹോസ്പിറ്റലുകളും കായലോര തല്ലെന്ന് കൂടി അറിയണേ. ജനങ്ങളുടെ രക്ഷയ്ക്കായി നോർത്ത്, മിഡിൽ, സൗത്ത് എന്നിങ്ങനെ 3 സോണിലായി 3 എയർ ആംബുലൻസുകൾ കേരളത്തിൽ അനിവാര്യമാണ്. എത്രയോ കോടികൾ നമ്മൾ കളയുന്നു. നാം തന്നെ ഒരു റെയിൽവേക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം കോടി മുടക്കാൻ പോയി. അതിന് പകരം നമുക്ക് ഒരു 3 5 എയർ ആംബുലൻസ് ഉണ്ടെങ്കിൽ എത്ര മെച്ചാണ്, എത്രയോ ജീവനുകളെ നമുക്ക് രക്ഷിക്കാനാവും. അതിനെപ്പറ്റി ചിന്തിക്കുക. ഇപ്പോഴത്തെ രോഗികൾക്ക് വേണ്ടിയിട്ടാവണം. ഹെൽമെറ്റ് പിടിക്കുന്നുണ്ട്, എന്ത് വേണ്ടിയിട്ടാണ്? അയാൾക്ക് വേണ്ടിയിട്ട്, അയാളുടെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ചില വിദേശ രാജ്യങ്ങളിൽ വളരെ നല്ല ആംബുലൻസുകൾ, ഒത്തിരി മാനദണ്ഡങ്ങളോടുള്ള ആംബുലൻസുകൾ, എല്ലാ സൗകര്യങ്ങളുള്ള ആംബുലൻസുകൾ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ വിശദമാക്കുന്നില്ല. ആ ആംബുലൻസുകളെ പോലെ നമ്മൾക്ക് ഉയർന്ന് ചിന്തിക്കാം, ഉയരെയും. നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നമ്മുടെയൊക്കെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആംബുലൻസിന്റെ ഡ്രൈവേഴ്സിനെയും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.